സമുദായം പശുക്കുട്ടിയെ ആരാധിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നത്. അപ്പം ആ ഒരു സന്ദർഭം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദേഷ്യപ്പെടുന്നു, കോപിക്കുന്നു. ആ ദേഷ്യപ്പെട്ടുകൊണ്ട് മൂസാ നബി അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി അടുത്ത ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فرجع موسى إلى قومه غضبان أسفا فرجع موسى إلى قومه غضبان أسفا فرجع موسى إلى قومه غضبان أسفا قال يا قوم ألم يعدكم ربكم وعدا حسنا قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم أن يحل عليكم غضب من ربكم فأخلفتم موعدي قالوا ما أخلفنا موعدك بملكنا ولكننا حملنا أوزارا من زينة القوم قالوا ما أخلفنا موعدك بملكنا ولكننا حملنا أوزارا من زينة القوم ولكننا حملنا أوزارا من زينة القوم فقذفناها فكذلك ألقى السامري അപ്പോൾ ഇത് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് പറഞ്ഞ ഫറജഅ മൂസ ഇല, മൂസ എന്നുള്ളിടത്ത് നിന്നിട്ടാണ്ട്, കാരണം 10 അക്ഷരത്തിന് ശേഷം ഹംസ വന്നു. അവിടെ 5 അല്ലെങ്കിൽ 6 ഖദർ നിട്ടണം. മൂസ ഇല ഖൗമിഹി, ഖൗമിഹി എന്നുള്ളിടത്ത് കുറച്ചുകൂടി നിട്ടണം. ഹാ ചെറുതായിട്ട് ഖൗമിഹി. ഗദ്ബാന, ഗദ് ഗൈനാണ്, സ്വാദ് ളാദ്, ഗദ്ബാൻ, ഗദ്ബാന അസിഫ, അസിഫ. പിന്നെ ഖാല യാ ഖൗമി അലം യഈദുക്കും, യഈദുക്കും ദാലിന് സുകൂനാണ്, ഹുറൂഫുൽ ഖൽഖല. അലം യഈദുക്കും, അലം യഈദുക്കും റബ്ബുക്കും, അവിടെ യഈദുക്കും എന്ന് മണിക്കാൻ പാടില്ല. അലം യഈദുക്കും റബ്ബുക്കും, മീം ഇൽഹാർ ചെയ്തിട്ടുണ്ട്. വഅദൻ ഹസന, വഅദൻ, അവിടെ നൂന് തൻവീൻ എന്ത് ചെയ്യണം, വെളിവാക്കണം. കാരണം തൻവീന് ശേഷം ഹാ വന്നാൽ, ഇതൊക്കെ ഇൽഹാറിൻ്റെ അക്ഷരങ്ങളാണ്. തൻവീന് ശേഷം ഹാ വന്നാൽ, അയിന് വന്നാൽ, അതുപോലെ തന്നെ ഹാ വന്നാൽ, ഇതൊക്കെ വെളിവാക്കേണ്ട അക്ഷരങ്ങളാണ്. മുമ്പ് നമ്മൾ പല അക്ഷരങ്ങളും പറഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടാണ് വഅദൻ ഹസന. വഅദൻ ഹസന എന്ന് ഓതാൻ പാടില്ല. വഅദൻ ഹസന. അഫطال عليكم العهد. അഫطال طال عليكم العهد. അഹദ് 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 എന്നല്ല, ഒന്ന് ഐനാണ്, മറ്റത് ഹ ആണ്. അഹദ് 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 എന്ന് ഓതാൻ, രണ്ടും ഹ അല്ല, അഹദ് അല്ല, അഹദ് അഹദ്. അഫطال عليكم العهد അം അറത്തും. അറദ്തും എന്നാണ് ശരിക്കും, പക്ഷെ ഓതുമ്പോൾ എന്ത് ചെയ്യണം? അറത്തും. അവിടെ അതിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചാരണം ഉണ്ടാവില്ല. സുക്കൂനായ ദാലിനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യും. അറത്തും അയ്യഹില്ല. അവിടെയും അതേപോലെ തന്നെ ആ നൂനു സാക്കിനത്ത് എന്ത് ചെയ്യും? ഇദ്ഹാർ ചെയ്യാൻ പാടില്ല. ഇതവിടെ ഇഖ്ഫാണ്. അതായത് പിന്നെ എന്താ പറയുക, ഇദ്ഗാം ഉച്ചാരണം ഇല്ലാതെ അതിലേക്ക് ഇദ്ഗാം ചെയ്യണം. അയ്യഹില്ല. അപ്പം അറദ്തും അൻ യഹില്ല എന്നല്ല, അറത്തും അയ്യഹില്ല. അൻ യഹില്ല എന്നല്ല, അയ്യഹില്ല അലൈക്കും ഗളബും മിർ റബ്ബിക്കും. അവിടെ ഗളബും, ഗളബ് അവിടെ തൻവീൻ്റെ നൂന് മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഗളബും ഗളബും മീ, അവിടെ മീമിന് ഷദ്ദ് കാണാം. പിന്നെ അടുത്ത സാക്കിനായ നൂനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഗളബും മിർ റബ്ബിക്കും. മിൻ റബ്ബിക്കും ഓതരുത്. ഗളബും മിർ റബ്ബിക്കും ഫഅഖ്ലഫ്തും. അവിടെ രണ്ട് മീം ഒരുമിച്ച് വന്നു. അവിടെയും എന്ത് ചെയ്യണം? ഒന്ന് മറ്റൊന്നിലേക്ക് ചേർക്കണം, ഒരു മീമിന്. ഫഅഖ്ലഫ്തും അവിടെ എന്ത് ചെയ്യണം? ഗുന്നത്തോടു കൂടിയാണ് ചേർക്കേണ്ടത്. ഗുന്നത്. ഫഅഖ്ലഫ്തും മൗഇദി. അപ്പം അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പോൾ ഒന്നുകൂടി ഓതുക. فرجع موسى إلى قومه غضبان أسفا. قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم غضب من ربكم فأخلفتم موعدي. ഇനി അടുത്ത ആയത്തിൽ ഖാലു മാ അഖ്ലഫ്ന. അവിടെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ ഒന്നും മാ നീട്ടണം. അവിടെ 4 അക്ഷരം നിർബന്ധമായിട്ടും അത് 5, 6 വരെ പോകാം. മാ അഖ്ലഫ്ന, സുക്കൂനാണ്. അഖ്ലഫ്ന മൗഇദക ബിമൽകിന. സാധാരണ ഖുർആനിലും പിന്നെ മൽക്ക് മുൽക്കാണ് ഉണ്ടാകാറ്. ഇത് മൽക്കിന എന്നാണ്. മൽക്കിന വലാകിന്ന, വലാകിന്ന അവിടെ മടിച്ചിട്ട് ഓതണം. വലാകിന്ന ഹുമ്മിൽന, അവിടെ നൂന് നീട്ടണം. ഹുമ്മിൽന ഔസാറം മിൻ സീനത്തിൽ ഖൗം. ഔസാറം അവിടെ തൻവീനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അവിടെ ഉച്ചാരിക്കാൻ പാടില്ല. ഔസാറം മിൻ സീനത്തിൽ ഖൗം. അവിടെ നിർത്തുകയാണെങ്കിൽ ഖൗം എന്ന് നിർത്തണം. നിർത്തില്ലെങ്കിൽ ഖൗമി ഫഖദഫ്നാഹ ഫകദാലിക അൽഖസ്സാമിരി. സാമിരി എന്ന് ഓതരുത്, സാമിരി. അപ്പോൾ ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ അവസാനത്തെ 85-ാമത്തെ ആയത്തിൽ പറഞ്ഞു ഖാല ഫഇന്നാ ഖദ് ഫതന്ന ഖൗമക മിൻ ബഅദിക ഫഅദല്ലഹുമുസ് സാമിരിയു. മൂസ താങ്കൾക്ക് ശേഷം താങ്കളുടെ ഖൗമിനെ ആര് ളലാലത്തിലാക്കിയിട്ടുണ്ട്? സാമിരി ളലാലത്താക്കി. സാമിരി മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാമിരി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അയൽപ്പക്കത്തുള്ള ആളായിരുന്നു. അദ്ദേഹം പശുവിനെ ആരാധിക്കുന്ന ആളായിരുന്നു. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്തുമായി വന്നപ്പോൾ ആ ദഅവത്ത് പ്രത്യക്ഷമായിട്ട് എന്ത് ചെയ്തു? സ്വീകരിച്ചു. പിന്നെ പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പശുക്കുട്ടി ഉണ്ട്. പിന്നെ ആ പശുക്കുട്ടീനെ പുറത്തേക്ക് പിന്നെ കൊണ്ടുവരാൻ കിട്ടിയ അവസരം എന്ത് ചെയ്തു?
ഇവരെ ഉപയോഗിച്ചു. അങ്ങനെയാണ് ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. വിശ്വാസം മനസ്സിൽ ഉറച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ആ നിഫാഖ് എപ്പോഴെങ്കിലും എന്ത് ചെയ്യും, സാധാരണ പുറത്തു വരും. സാധാരണ കാരണന്മാർ പറയാറുണ്ട്, ഗർഭം അസത്യം അതെന്ത് ചെയ്യാൻ കഴിയില്ല, മറച്ചു വെക്കാൻ കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, പുറത്തു കയറും. അതിനധികം അവിടെ വെക്കാൻ കഴിയില്ല. അതുപോലെയാണ് അസത്യം അല്ലെങ്കിൽ മനുഷ്യൻ്റെ നിഫാഖ് എന്ന് പറഞ്ഞാൽ ആ നിഫാഖ് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുനാഫിക്കുണ്ടായിരുന്നു. പക്ഷെ റസൂൽ ഖുർആനിൽ അവരെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ സംസാരങ്ങൾ കൊണ്ട് നബി താങ്കൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴെങ്കിലും ഒരു എന്ത് ചെയ്യും, അത് പുറത്തേക്ക് വരും. അതേപോലെ തന്നെ സാമിരിയുടേത് പുറത്തേക്ക് വന്ന. അപ്പം ഇതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സാമിരി വഴി തെറ്റിച്ചു. അങ്ങനെ ഫറജഅ മൂസ ഇലാ ഖൗമിഹി ഗദ്ബാൻ അസിഫൻ. ഗദ്ബാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഗദ്ബാൻ എന്ന് പറഞ്ഞാൽ കോപിഷ്ഠനായി. ഗദ്ബാൻ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം കോപിഷ്ഠനാണ് അവർ. സാധാരണ ഗാദിബ് എന്ന് പറഞ്ഞാൽ കോപിഷ്ഠനായി എന്നർത്ഥം. ഗദ്ബാൻ ഫഅലാൻ വസൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശിദ്ദത്ത് എന്ന് പറഞ്ഞാൽ അത്രയും കോപമുണ്ടായി. ആസിഫൻ, അസിഫ് എന്ന് പറഞ്ഞാൽ ദുഃഖം. അസിഫ് എന്ന് പറഞ്ഞാൽ ദുഃഖിതനായി, ഫഅലോസനാണ്. അപ്പോൾ അസിഫൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതനായി. അങ്ങേയറ്റം ദുഃഖത്തോടും അങ്ങേയറ്റം ദേഷ്യത്തോടും കൂടി ആണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. അപ്പോൾ വന്നപ്പോൾ എന്ത് ചെയ്തു, ഇതാണ് കാണുന്നത്. അപ്പോൾ വേറെ സ്ഥലത്ത് എന്തുണ്ട്, വൽഖൽ അൽവാഹ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്തിൻ്റെ ഏടുകൾ നിലത്തേക്കിട്ടു. ആരെ പിടിച്ചു, ആറൂൻ്റെ തലക്കും താടിക്കും പിടിച്ചു. എന്താണ് ആറൂനെ ചോദിച്ചിട്ട് സാധനം ദേഷ്യപ്പെട്ടിട്ടാണ് ചോദിക്കണത്. അപ്പോഴല്ലാത്ത ഖുദുബിൽ ഹയത്തി, എൻ്റെ തലയും താടിയൊക്കെ വിട്ടി ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഖൗമിനോട് ചോദിക്കണ ചോദ്യം, ഖാല യാ ഖൗമി, അല്ല ഖൗമേ, യാ ഖൗമി പറഞ്ഞ എൻ്റെ ഖൗമേ, അലം യഇദുക്കും, വഅദ യഇദു എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്യുക. വഅദ എന്ന് പറഞ്ഞ വാക്ക് ചെയ്തു എന്നർത്ഥം. വഅദ വാക്ക് പറഞ്ഞു. പിന്നെ മുനാഫിക്കുകളുടെ ലക്ഷണം പറഞ്ഞു, ഇദാ വഅദ അഖ്ലഫ. കപടവിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞ ഹദീസുകൾ കേട്ടിട്ടുണ്ടോ? ആയത്തുൽ മുനാഫിഖ് സലാസ്, ഇദാ ഹദ്ദസ കദബ. അപ്പോൾ ആളുകൾ പറയുമ്പോൾ തെറ്റുന്ന ഹദീസാണ്. കദിബ എന്നല്ല, ഫഅൽ കദബ എന്നാണ്. ഇദാ ഹദ്ദസ കദബ, കദിബ എന്നല്ല, ഇദാ ഹദ്ദസ കദബ. വഇദാ വഅദ അഖ്ലഫ വഇദാ ഉത്മിന ഖാന. മറ്റൊരു റിവായത്തിൽ കാണാം വഇദാ ഖാസമ ഫജറ എന്നുണ്ട്. അപ്പോൾ ഈ 4 ലക്ഷണങ്ങൾ, അതായത് ഒന്ന് വാക്ക് പറഞ്ഞാൽ ലംഘിക്കുക, സംസാരിച്ചാൽ കളവ് പറയുക, വിശ്വസിച്ചാൽ ചതിക്കുക, അതുപോലെ തന്നെ പരസ്പരം തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഫുജൂറുകൾ പറയുക. ഇത് കപടവിശ്വാസികളുടെ ലക്ഷണമായി റസൂലുള്ളാഹിയുടെ വഅദ എന്ന് കാണാം. അപ്പോൾ ഇവിടെ പിന്നെ അലം യഇദുക്കും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വാക്ക് തന്നിട്ടില്ലായിരുന്നോ? എന്താണ് വാക്ക്? വഅദൻ ഹസനൻ, ഏറ്റവും നല്ലൊരു വാക്ക് അഥവാ വാഗ്ദാനം നിങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വാഗ്ദാനം എന്താ? ഈ ഫിറഔന്റെ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി, ഫിറഔന്റെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് തൂരി സീനയിൽ വന്ന് ബൈത്തുൽ മഖ്ദസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് താമസ സ്ഥലം തരാം, നിങ്ങൾക്ക് മന്നയും സെൽവയൊക്കെ ഇറക്കി തന്ന് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തരാമെന്ന് ആര് വാഗ്ദാനം ചെയ്താണ്? അള്ളാഹ് വാഗ്ദാനം ചെയ്താണ്. ആ വാഗ്ദാനം ചെയ്തിട്ടാണ് അവർക്കുള്ള നിർദ്ദേശം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആര് പോണത്? മൂസാ നബി പോകണം. അവർക്ക് ശരീഅത്ത് വാങ്ങാനും മതനിയമങ്ങൾ വാങ്ങാനും വേണ്ടിയിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ച് കാലത്തേക്ക് പോയത്. അപ്പം ആ വാഗ്ദാനം നിങ്ങൾ മറന്നുപോയോ? അലം യഇദുക്കും റബ്ബുക്കും വഅദൻ ഹസന, അള്ളാഹു നിങ്ങൾക്ക് നല്ലൊരു വാഗ്ദാനം നൽകിയിട്ടില്ലേ? ഇതിന് മൂസാ നബി ചോദിക്കുകയാണ്. സാധാരണ ആളുകൾ വഴിതെറ്റിപ്പോകാനുള്ള 2-3 കാരണം എന്താ വെച്ചാൽ, ഒന്ന് കുറേ കാലം കഴിയുക, അങ്ങനെ ഉണ്ടാവുള്ളൂ. ഈ പിന്നെ കുറച്ച് കാലം ആ തുടക്കത്തിൽ എന്തുണ്ടാവും, പിന്നെ അതെല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ സാധാരണ മലയാളത്തിൽ ചെല്ലുണ്ടല്ലോ, പുതുപ്പെണ്ണ് പുരപ്പുറം തൂക്കുന്നു, കേട്ടില്ലേ? ആ പുത്തനച്ച് പുതപ്പുറം തൂക്കുന്നത്, അല്ലെങ്കിൽ പുതിയെണ്ണ എന്ത് ചെയ്യും? ആരും കേട്ടില്ല? പുതിയെണ്ണ ചിലപ്പോൾ ആവേശം കൊണ്ട് പിന്നെ പൊരൻ്റെ മുളക് കയറി അടിച്ചു തരും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഉണ്ടാവില്ല. അതെന്താ വെച്ചാൽ ആവേശം. അതിപ്പോൾ അങ്ങനെ തന്നെ റമദാൻ കണ്ടിൽ വരുമ്പോൾ കണ്ടില്ല നിങ്ങൾ,
ആദ്യത്തെ 4-5 തറാവിക്കൊക്കെ നല്ല ആളേക്കാരം, പിന്നെ കുറച്ച് ഇങ്ങനെ കുറയും, പിന്നെ അവസാനം ഇരുത്തേരാവിനോട് വരും കാണാം. ഇരുത്തേരാവ് കഴിഞ്ഞാൽ പിന്നെ റമദാൻ കഴിഞ്ഞല്ലോ, മനസ്സിലായില്ലേ? ഇതാണ് ഉണ്ടാകുക. അപ്പം ഇവിടെ പിന്നെ അഫത്വാല അലൈക്കുമുൽ അഹദു, മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കണത് ത്വാല എന്ന് പറഞ്ഞാൽ നീണ്ടുപോയി എന്ന. ത്വാല തൊവീൽ എന്ന് പറഞ്ഞാൽ നീണ്ടത് എന്നർത്ഥം. ത്വാല എന്ന് പറഞ്ഞാൽ നീണ്ടു എന്നർത്ഥം. അതിന്നാണ് തൊവീൽ. തൊവീൽ എന്ന് പറഞ്ഞാൽ എന്താ? നീണ്ടത്. ഹദീസിൽ തത്താവല എന്ന്, തത്താവലൻ നാസഫിൽ ബുന്യാൻ, തത്താവലുൻ നാസഫിൽ ബുന്യാൻ എന്നൊക്കെ കാണാം. തത്താവല എന്ന് പറഞ്ഞെങ്കിൽ നീളത്തിൽ മത്സരിക്കുക എന്നാണ്. ഇപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൻ്റെ അടയാളം പറഞ്ഞ കൂട്ടത്തിൽ കാണാം യതത്താവലൂനൻ നാസഫിൽ ബുന്യാൻ. യതത്താവലൂൻ നാസ്, ജനങ്ങൾ ബിൽഡിങ്ങിൻ്റെ നീളത്തിൽ മത്സരിക്കും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പം അന്ന് റസൂലുള്ളാഹിൻ്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇതുപോലത്തെ ഒറ്റ പിന്നെ ഇതപ്പന കൊണ്ടുള്ള ചിലപ്പോൾ 2 തട്ടൊക്കെ ഉണ്ടാവും. 2 തട്ടുള്ള വീടുകളുണ്ട്. 2 തട്ട് എന്ന് പറഞ്ഞാൽ മുകളിൽ തട്ടുള്ള വീടുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഓൽക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇപ്പം ഇന്ന് ബുർജ് ഖലീഫിനെക്കാട്ടിലും വലുത് ദുബായിൽ ഉണ്ടാക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരാൾ പറഞ്ഞു. സൗദിയിലുണ്ട്, ദുബായിൽ വേറെ. ദുബായ് പിന്നെ ഇതിൽ വേറെ ഉണ്ടാക്കുന്നുണ്ട്. ബുർജ് ഖലീഫിൻ്റെ അബുദാബിയിലാണല്ലോ, ഇത് ദുബായിൽ വേറെ ഉണ്ടാക്കും. അപ്പം എന്താ വെച്ചാൽ ഇനി സൗദിയിൽ ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് അതിനെന്ത് ചെയ്യണം? കവർ ചെയ്യണം. ശരി, സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാർ അപ്പോൾ റസൂൽ പറഞ്ഞ ഇതിങ്ങോട്ട് എന്ത് ചെയ്യണം ഇവിടെ ശരിക്കും ഇവിടെ. അപ്പം അവിടെ താല എന്ന് പറഞ്ഞാൽ നീണ്ടുപോകുക എന്നർത്ഥം. അപ്പം ഇവിടെ അഫത്വാല അലൈക്കും, നിങ്ങൾക്ക് നീണ്ടുപോയോ അൽ അഹദു, കാലം. സ്വാഭാവികമായിട്ടും ആളുകൾ എന്താ വെച്ചാൽ വഴിതെറ്റിപ്പോകാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ വ്യതിചനങ്ങളൊക്കെ സാധാരണ വരാറ്. ഇതിപ്പോൾ ആകെ എത്ര ദിവസമായിട്ടുള്ളൂ? 40 ദിവസമായിട്ടുള്ളൂ. 40 ദിവസം. അതാണ് അഫത്വാല അലൈക്കും അൽ അഹദു, നിങ്ങൾക്ക് വഴിതെറ്റിപ്പോകാൻ എന്താ കാരണം? നിങ്ങൾക്ക് കാലം ദീർഘിച്ചു പോയോ? വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ദീർഘിച്ചു പോയ കഥ പറഞ്ഞു. പിന്നെ ഫത്വാല അലൈക്കുമുൽ അഹദു ഖസത് ഖുലൂബുഹും, അവിടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്ന് അല്ലാഹ് പറയുന്നുണ്ട്. അതായത് സാധാരണ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കാലം ദീർഘിക്കും തോറും മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്ക് എന്തുണ്ടാവും? കടുപ്പം കൂടിക്കൂടി വരും. കാരണം പാപങ്ങൾ പിന്നെ എന്ത് ചെയ്യും? കൂടി വരികയാണ്. ഇപ്പം നമ്മളെ ചെറിയ കുട്ടികൾ, ഈ ചെറിയ കുട്ടികളുടെ ചിരി കണ്ടാൽ നമ്മളെല്ലാവരും ചിരിക്കൂലേ? നമുക്കിൻ്റെ ഒരു നിഷ്കളങ്കത്ത് തോന്നുന്നുണ്ടാ? എന്തുകൊണ്ടാ? ആ ചിരിയിൽ എന്തുണ്ട്? നിഷ്കളങ്കതുണ്ട്, കാപട്യമില്ല. അതേ സമയത്ത് വലിയൊരു ചിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ എന്താ ഇന്നും ഇല്ലാത്തൊരു ചിരിപ്പെന്ന്, എന്താ പ്രത്യേകിച്ചെന്നുണ്ടോ എന്നെന്ത് ചെയ്യും നമ്മൾ നിറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ കാപട്യം എന്ന് പറഞ്ഞാൽ കാലം കഴിയും തോറും തെറ്റുകൾ വരുമ്പോൾ എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ഉള്ളിൽ കാപട്യം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് സാധാരണ ഇപ്പോൾ നോക്കിക്കോളൂ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആൾക്കാരാണല്ലോ നൂഹ് നബിൻ്റെ മക്കളൊക്കെ. നൂഹ് നബിൻ്റെ പരമ്പര എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? ഒരു 10 തലമുറയിലുള്ളൂ. ഈ 10 തലമുറയായപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ശിർക്ക് വന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. ശിർക്ക വന്നു. ഒരു 10 തലമുറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 കൊല്ലം. അന്നത്തെ കാലത്ത് ആയുസ് കൂടും, എന്നാലും ഒരു 10 തലമുറയാകുമ്പോഴേക്കും എന്ത് സംഭവിച്ചു? ശിർക്കാണ് സംഭവിക്കണം. ആലോചിച്ച് നോക്കണം. അതെ, അത് മൂസാ നബിൻ്റെ ഞാൻ പറഞ്ഞ ആദം നബിയിൽ നിന്ന് നൂഹ് നബിയുടെ കാലഘട്ടത്തിലേക്കുള്ള ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 10 തലമുറയാണ്. ഈ 10 തലമുറയിലാണ്, 10ാമത്തെ തലമുറയിലാണ് എന്ത് സംഭവിച്ച്? ശിർക്ക് സംഭവിച്ച്. അതിലാണ് നൂഹ് നബിന് എന്ത് ചെയ്യണത്? അള്ളാഹു നിയോഗിക്കണത്. മനസ്സിലായില്ലേ? ആദം നബിയുടെ ശേഷം 10ാമത്തെ തലമുറയിലാണ് ആര് വരുന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് എന്തിനാ? സമുദായത്തിൽ ശിർക്കുണ്ടായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ 9 തലമുറ കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? ശിർക്കാണ് സംഭവിക്കുന്നത്. ആര്? തൗഹീദുള്ള ആദം നബിൻ്റെ മക്കൾ എന്ത് ചെയ്തു? ശിർക്ക് പോയി. അപ്പം സാധാരണ അതാണ് മൂസാ നബി ചോദിക്കണം, അഫത്വാല അലൈക്കുമുൽ അഹദു, കാലം ഒരുപാട് കടന്നു പോയോ? കാലം ഒരുപാട് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ശിർക്കും ബിദത്തും ഖുറാഫാത്തൊക്കെ മെല്ലെ മെല്ലെ അങ്ങനെ ചെയ്യും വരും. നഊദു ബില്ലാ. മാത്രമല്ല ആദ്യത്തെ ഈമാൻ എന്ത് ചെയ്യൂല? ഉണ്ടാവില്ല.
സ്വാഭാവികമായിട്ടും കുറഞ്ഞു പോകും. ഇപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ തന്നെ ചരിത്രം എടുത്ത് നോക്കി നിങ്ങൾ. ഇസ്ലാമിൻ്റെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ ആദ്യ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ എന്താ പറയുക, അവർക്ക് കൊടുത്ത നിർദ്ദേശത്തിൽ കാണാം. പിന്നെ സൂറത്തുൽ അൻഫാലിൽ 66-ാമത്തെ ആയത്തിൽ കാണാം. അതായത് പിന്നെ യുദ്ധം ആദ്യം മദീനത്തിട്ടാണ് യുദ്ധം നിർബന്ധമാണ്. മദീന എന്ന് പറഞ്ഞാൽ മക്കൾക്ക് കഴിഞ്ഞ് മദീനയിലേക്ക് എത്തി 2 വർഷം കഴിഞ്ഞിട്ടാണ് യുദ്ധം തുടങ്ങുന്നത്. അപ്പം ആദ്യ കാലഘട്ടത്തിൽ യുദ്ധത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഒരു ശരാശരി എന്താ വെച്ചാൽ 10 ഇരട്ടി ശത്രുക്കൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. 10 ഇരട്ടി ശത്രുക്കൾ. അങ്ങനെ ബദറൊക്കെ നടക്കണം. പക്ഷെ അള്ളാഹ് പറയുന്നത് അൽആന ഖഫഫ അല്ലാഹു അൻകും വഅലിമ അന്ന ഫീകും ളഅഫ. ആരോടാ പറഞ്ഞു? റസൂലുള്ളാഹിന്റെ സഹാബത്തിനോട് പറയാണ്. അൽആന ഖഫഫ അല്ലാഹു അൻകും. നിങ്ങൾക്ക് ആ 10 ആളോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ശരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ പോയിന്റ് എന്ന് വെച്ചാൽ ഇസ്ലാമിൽ കാലം കഴിയും തോറും ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ദഅവത്ത് കൊണ്ട് എന്ത് ചെയ്യണം? ആളുകളുടെ എണ്ണം കുറഞ്ഞു വരില്ല, കൂടി വരികയാണ്. ബദർ കഴിഞ്ഞതിനേക്കാളും ആളുണ്ട് ഉഹുദിൻ്റെ സന്ദർഭത്തിൽ, ഉഹുദിനേക്കാളും ആളുണ്ട് പിന്നീട് ഇങ്ങനെ വരുന്ന യുദ്ധങ്ങളൊക്കെ. പക്ഷെ ആള് കൂടുമ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞറിയോ? അൽആന ഖഫഫ അല്ലാഹു അൻകും വഅലിമ അന്ന ഫീകും ളഅഫ. നിങ്ങളിൽ ഇപ്പോൾ ദൗർബല്യം ഉണ്ട് എന്നാണ് അള്ളാഹു മനസ്സിലാക്കുന്നത്. എപ്പോൾ? ആള് കൂടിയപ്പോൾ. ആള് കുറഞ്ഞപ്പോഴോ? ആള് കുറഞ്ഞപ്പോഴുള്ള ഈ ശക്തി ഇപ്പം നിങ്ങൾക്ക് എന്തില്ല? ഇല്ല. മനസ്സിലായില്ലേ? നമ്മൾ നല്ലോണം സൂക്ഷിക്കേണ്ടത് സ്വാഭാവികമായിക്കൊണ്ട് വരുന്നൊരു പ്രക്രിയയാണ്. എന്നാലും നമ്മളിൽ ഉണ്ടാകുന്ന നമ്മൾ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലൊക്കെ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. എന്താ വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഇബ്ലീസ് നമുക്ക് എന്ത് ചെയ്യും? ഇടപെട്ട് നമ്മുടെ ഈമാൻ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും. അല്ലെങ്കിൽ ഇപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി സാദാ ഇബ്ൻ ഖൽദൂൻ പറയുന്നുണ്ട്, ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഘം കൂട്ടായ്മ 100 കൊല്ലം കഴിയുമ്പോഴത്തെ എന്ത് ചെയ്യും? അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ പൊട്ടൻഷ്യറ്റൊക്കെ വന്നിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ സമസ്ത 100ാം വാർഷികം ആഘോഷിക്കാൻ നിൽക്കുക. അപ്പോൾ അതിനെന്ത് ചെയ്ത് ഓൾറെഡി തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ കണ്ടില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയ. അങ്ങനെ നഊദു ബില്ലാഹി മിൻ ദാലിക്. അപ്പോൾ ഇതാണ് മൂസാ നബി ചോദിക്കുക, അഫത്വാൽ അലൈക്കുമുൽ അഹദു അമ്മറത്തും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലം ദീർഘിക്കും തോറും ഈമാൻ കുറഞ്ഞു പോകും. അപ്പോൾ അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കണം, നിങ്ങൾക്ക് കാലം ദീർഘിച്ചു പോയോ? യഥാർത്ഥത്തിലൂടെ കാലം ദീർഘിച്ചിട്ടില്ല, 40 ദിവസമായിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 1.5 മാസക്കാലമേ മൂസാ നബി എന്ത് ചെയ്തിട്ടുള്ളൂ? വിട്ടുനിട്ടുള്ളൂ അവിടെ. ആ കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചത്. ഇനിയോ അറത്തും, ഇനി അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചതാണോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കാൻ അമറത്തും, നിങ്ങൾ ഉദ്ദേശിച്ചതാണോ? എന്ത്? അയ്യഹില്ല അലൈക്കും ഗളബും മിർ റബ്ബിക്കും. അഹല്ല യുഹില്ലു, ഹാലാകുക എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നർത്ഥം. ഹല്ല എന്ന് പറഞ്ഞെങ്കിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി എന്നർത്ഥം. ഇറങ്ങി. ഇപ്പൊ നമ്മൾ മഹല്ല് എന്ന് പറഞ്ഞ മഹല്ല് എന്താ? മഹല്ല് പറഞ്ഞ ഇതിൻ്റെ മഹല്ലാണ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇറങ്ങി താമസിക്കുന്ന സ്ഥലം, അതാണ് നമ്മുടെ മഹല്ല്. അതാണ് ഹല്ല എന്നാണ് പൈഫയിൽ. അപ്പോൾ അയ്യഹില്ല അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മേൽ ഇറങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചതാണോ? ഹല്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങുക, അല്ലെങ്കിൽ ഹലാലാക്കുക എന്നർത്ഥമുണ്ട്, ഇവിടെ ഇറങ്ങുക എന്നർത്ഥം. അതാണ് മഹല്ല് എന്ന് പറഞ്ഞാൽ ഇറങ്ങി താമസിക്കുന്ന സ്ഥലം. അതാണ് നമ്മളൊക്കെ ഒരു മഹല്ല് എന്നറിയുക. വീടുകൾക്ക് മഹല്ല് എന്നറിയും. അതിനാണ് മഹലുണ്ടായത്. മഹൽ എന്ന് പറഞ്ഞാൽ താജ്മഹലൊക്കെ അറബിയിൽ നിന്ന് മഹലുണ്ടായതാണ്. അയ്യഹില്ല അലൈക്കും, അള്ളാഹ് നിങ്ങളിൽ ഇറങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചതാണോ? ഗളബും മിർ റബ്ബിക്കും, അള്ളാഹുവിങ്കിൽ നിന്നുള്ള കോപം നിങ്ങൾക്ക് മേൽ ഇറങ്ങണം നിങ്ങൾ തീരുമാനിച്ചാണോ? മനഃപൂർവ്വം ചെയ്തതാണോ? അതല്ല ഈ രൂപത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചതാണോ എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം
ഇവിടെ പിന്നെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു അള്ളാഹുവിൻ്റെ അടിമയെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയൊരു അതാബ് ഇനി വേറല്ല. ഇത് പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുക. കാരണം അള്ളാഹിൻ്റെ അതാബ് എപ്പോഴും ഇറങ്ങുക, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ ഏറ്റവും വെറുക്കപ്പെട്ട കാര്യത്തിലേക്ക് മനുഷ്യന്മാർ പോകുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ അള്ളാഹുവിൻ്റെ അഗ്ളബ് ഇറക്കും. അതാണ് അഹല്ല യുഹില്ലു. ഇനി പിന്നെ ബൈഇൽ കടത്തിൽ ഹാലായ കടം സാധാരണ പറയാറുണ്ട്. ബൈഉൻ ഹാൽ, ദൈനുൻ ഹാല്. ഹാല് എന്ന് പറഞ്ഞാൽ കൊടുത്തു വീട്ടാൻ സമയമായ കടം. ഇപ്പം കട രണ്ട് തരമുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരാളുടെ നിന്ന് കടം വാങ്ങി, ആ കടം വാങ്ങിയ ഡേറ്റ്, കടം വാങ്ങി തിരിച്ചു കൊടുക്കേണ്ട അവധി എത്തി. അപ്പോൾ ആ കടത്തിന് എന്താ പറയുക? ഹാലായ കടം എന്ന് പറഞ്ഞാൽ അവധി എത്തിയ കടം. ഇനി അതിൽ കുറച്ചുകൂടി നീട്ടാണ്ട് ഇവിടെ ഇത് സക്കാത്തിൻ്റെ വിഷയത്തിലാണ് വ്യത്യാസം വരിക. അപ്പോൾ സക്കാത്തിൻ്റെ വിഷയത്തിൽ ഹാലായ കടമുണ്ടെങ്കിൽ അയാൾ കടം വീട്ടിയിട്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം കടമുണ്ട്. പക്ഷേ ഇവിടെ പിന്നെ കുറച്ച് സംഖ്യ ആൾക്ക് സക്കാത്ത് കൊടുക്കേണ്ട അവധി, സക്കാത്ത് കൊടുക്കാൻ ഉള്ള സമ്പത്ത് അയാളുടെ കയ്യിലുണ്ട്, നിസാബത്ത് സമ്പത്തുണ്ട്. അപ്പം അയാളുടെ കയ്യിൽ ഇപ്പം എന്തുണ്ട്? റമദാൻ എത്തി, റമദാനാണ് സാധാരണ സക്കാത്ത് കൊടുക്കാറുള്ളത്. ഇപ്പം അയാളുടെ കയ്യിൽ എന്തുണ്ട്? നിസാബത്തെ പണമുണ്ട്. അതേ സമയത്ത് ഈ റമദാൻ 1 കൊടുത്തു വീട്ടൽ നിർബന്ധമായ കടമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം കടം വീട്ടണം. എന്നിട്ട് അതാണ് ഹാലായ കടം എന്ന് പറഞ്ഞാൽ അവധി എത്തിയ കടം. അപ്പോൾ അവധി എത്തിയ കടമാണെങ്കിൽ അയാളെ കടം വീട്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? സക്കാത്ത് നമുക്ക് പോകാൻ പാടുള്ളൂ. അതേ സമയത്ത് അവധി എത്തിയിട്ടില്ല, പിന്നെ കൊടുത്താൽ മതി. ഇപ്പം അയാൾക്ക് സക്കാത്തിൻ്റെ നിസാബ് എത്തിയിട്ടുണ്ട്, അയാൾ കടക്കാരനാണ്. പക്ഷേ അയാൾക്ക് എന്തുണ്ട്? നിസാബുണ്ട്. എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. പല ആളുകൾക്കും ഇതറിയില്ല. എനിക്ക് കടണ്ടല്ലോ അങ്ങനെ എന്ത് ചെയ്യും? ആർക്കാ കടമില്ലാത്ത ദുനിയാവിൽ? കച്ചവടക്കാരനാണെങ്കിൽ എന്തായാലും എന്തുണ്ടാവും? കടമുണ്ടാവും. എത്ര വലിയ ആൾക്കാർക്കാണ് കടമുണ്ടാവും. ആ കടം ഈ സക്കാത്തിന് എന്ത് ചെയ്യൂല? തടയൂല. ഇത് പല ആളുകൾക്കും അറിയില്ല. എന്ന് പറഞ്ഞാൽ ആളുകൾ എനിക്ക് കടമുണ്ട്, കൊടുക്കാണ്ട്, സക്കാത്ത് കൊടുക്കണില്ല. ഇത് പലപ്പോഴും എന്താ വെച്ചാൽ സക്കാത്തിന് അങ്ങോട്ട് കൊടുക്കണ വിഷയത്തിൽ പല ആളുകൾ എന്താ വെച്ചാൽ ഇതാണല്ലോ, പിന്നെ ഈ ഹീലത്ത് പ്രയോഗിക്കണത് റസൂലുള്ളാഹിന്റെ കാലത്തേ ഉണ്ട്, നബിൻ്റെ കാലത്തേ ഉള്ള തന്ത്രം എന്താ വെച്ചാൽ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യുക? പല മാർഗങ്ങളും. ഇപ്പോൾ ഈ പിന്നെ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സക്കാത്താണെങ്കിൽ എളുപ്പത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരാൾക്ക് 40, ഒരാൾക്ക് 40 ആടുണ്ട് കൂട്ടിക്കോളി. ഇപ്പം എനിക്കും 40 ആടുണ്ട്, മൂപ്പർക്ക് 40 ആടുണ്ട്. അപ്പം ഞാനൊരാടിന് കൊടുക്കണം, മൂപ്പരാടിന് കൊടുക്കണം. അപ്പം സക്കാത്ത് വാങ്ങാൻ ആൾ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ രണ്ടാളും കൂടി ഒന്നാക്കും. അപ്പം എത്ര ആട് കൊടുത്താൽ മതി? ഒരാടെടുത്താൽ മതി. 40 മുതൽ 120 വരെ ഒരാളുള്ളൂ. 40 മുതൽ 120 വരെ എത്ര ആടുള്ളൂ? ഒരാടെ കൊടുക്കണ്ടുള്ളൂ. അപ്പോൾ സക്കാത്ത് വാങ്ങാൻ ആൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഒരാടിന് എന്ത് ചെയ്തു? രക്ഷപ്പെട്ട്. അപ്പം അങ്ങനെയുള്ള ഹൈലത്തുകൾ പണ്ട് കാലം മുതലേ ഉണ്ട്. അത് റസൂൽ വിരോധിച്ചതാണ്. സഹാബത്തല്ല ചെയ്യുക, മുനാഫിക്കുകളൊക്കെയാണ് സാധാരണ അങ്ങനെ ചേർത്ത്. എന്താ വെച്ചാൽ ഇതാണ് ഹാലായ കടം. ഹാലെന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നർത്ഥം. അപ്പോൾ ആ യഹില്ല അലൈക്കും ഗളബും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ഗളബ് നിങ്ങൾക്ക് മേൽ വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതാണോ എന്നാണ് മൂസാ നബി ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫഅഖ്ലഫ്തും മൗഇദി, അപ്പോൾ എൻ്റെ കരാർ നിങ്ങൾ ലംഘിച്ചവരായിത്തീരും. നമ്മൾ തമ്മിൽ പിന്നെന്തുണ്ടാവില്ല? യാതൊരു ബന്ധം ഉണ്ടാവില്ല. നമ്മൾ തമ്മിൽ കരാർ ലംഘിച്ചവർ. അള്ളാഹുവിൻ്റെ ഗളബ് നിർബന്ധമായി നിങ്ങൾ ഇറങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചതാണോ, എന്നിട്ടാണോ ചെയ്തത് എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കണം. അപ്പോൾ ഖാലു, അവർ പറഞ്ഞു, മാ ഖലഫ്ന മൗഇദക് ബിമൽക്കിന, ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കരാർ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ലംഘിച്ചിട്ടില്ല. അപ്പോൾ എന്താ സംഭവിച്ചാൽ സാമിരി പിന്നെ ഇവർ ഈ ഇവർ ബനൂ ഇസ്രായേൽക്കാരാണല്ലോ, കിബിത്തികൾ ആണ് ആര്? ഫിറഔൻ്റെ കൂട്ടർ. അപ്പോൾ ഈ ഫിറഔൻ്റെ കൂട്ടരിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ ആഭരണങ്ങളൊക്കെ ഇവർ പോന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ സാധാരണ കടമായി പോകുന്നതാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ കുറേ ആഭരണങ്ങളുണ്ട്. ആരുടെ കയ്യിൽ? ഈ കിബിത്തികളുടെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങിക്കൊണ്ടുവന്ന ആഭരണങ്ങളുണ്ട്. അതായത് ബനൂ ഇസ്രായേലിൻ്റെ കയ്യിൽ കുറേ ആണും പെണ്ണും എല്ലാവരും പോകുന്നതാണല്ലോ. വേറെ മുസ്ലിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ട്, രക്ഷപ്പെട്ടു പോകുന്നുണ്ട്.
അപ്പം ഈ ആഭരണങ്ങൾ അന്നിപ്പോൾ ഈ സ്വർണം മറ്റൊന്നും ധരിക്കൽ അന്ന് ശരീരത്തിൽ ഇല്ലല്ലോ. മുസാ നബിൻ്റെ എന്ത് ശരീരത്ത് കിട്ടിയിട്ടില്ലല്ലോ. ശരീരത്ത് ഇപ്പോൾ ഈ സ്വർണം ധരിക്കാൻ പാടില്ല, വെള്ളി ധരിക്കാൻ പാടില്ല എന്ന ശരീരത്തിൽ നിന്ന് മുസാ നബി കിട്ടിയില്ല. റസൂലുള്ളാഹിക്ക് എപ്പോഴാണ് കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ കുറേ കഴിഞ്ഞിട്ടില്ല ഇത്തരം ഹക്കമുകളൊക്കെ ഇറങ്ങണം. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വർണവും ഒരുപാട് ആഭരണങ്ങളൊക്കെ ഈ ഇവിടെ കയ്യിലുണ്ട്. അപ്പം ഇത് കണ്ടപ്പം പിന്നെ നമ്മുടെ സാമിരി എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, പിന്നെ ഈ ആഭരണങ്ങളൊക്കെ പിന്നെ എന്താ വെച്ചാൽ നമ്മളെന്താ വെച്ചാൽ എല്ലാവരും കൂടി തീ കിട്ടിട്ട് നമ്മളെന്ത് ചെയ്യുക, അന്നേരം കത്തിക്കുക, അന്നേരം ചൂടാക്കുക. അങ്ങനെ ചൂടാക്കിയിട്ട് മൂപ്പര് കുറച്ചൊരു കൊല്ലപ്പണിക്കാരനാണ് ആര്? സാമിരി. ശരി. അപ്പോൾ മൂപ്പര് ഈ ആഭരണങ്ങളെല്ലാം കൂടി ഈ പിന്നെ അതാണ് സീനത്തുൽ ഖൗം, അവരുടെ സീനത്ത്. ഈ ആഭരണങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് വെച്ചാൽ ഒരു തീയിലേക്കിട്ട് തീയിൽ നിന്ന് പഴുപ്പിച്ച് അതിനെ മൂപ്പരെന്ത് ചെയ്തു, ഒരു പശുക്കുട്ടിനെ ഉണ്ടാക്കി. ഇതിന് അയാൾ പറഞ്ഞെടുത്തതെന്ന് വെച്ചാൽ ഇത് വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. കാരണം നിങ്ങളുടെ ആഭരണങ്ങളൊക്കെ പിന്നെ ദൈവത്തിൻ്റെ അള്ളാഹിൻ്റെ മാർഗത്തിൽ പിന്നെ അർപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞവരെ പല കാരണങ്ങളും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവിടെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ച് ഈ തീയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പ്രേരണ കൊടുത്തു. അങ്ങനെ ഇയാളൊരു പശുക്കുട്ടിനെ ഉണ്ടാക്കുകയാണ്. അതാണ് അവർ പറഞ്ഞത് വലാ കാലൂ മാ ഖലഫ്ന മൗഇദക് ബിമൽക്കിന, ഞങ്ങളുടെ മിൽക്കിയത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ അധികാരത്തിൽ നിന്ന് ഒരു നിലക്കും ഞങ്ങൾ നിങ്ങളുടെ മൗഇദ് ലംഘിച്ചിട്ടില്ല. വലാകിന്ന, പക്ഷെ എന്താ ഉണ്ടായത്? ഹുമ്മിൽന ഔസാറം മിൻ സീനത്തിൽ ഖൗം. ഹുമ്മിൽന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വഹിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബനൂ ഇസ്രായേലരായ ഞങ്ങൾ ഈ കിബിത്തികളുടെ ഒരുപാട് ആഭരണം ഞങ്ങൾക്കടെ കയ്യിലുണ്ടായിരുന്നു. ഹമല എന്ന് പറഞ്ഞാൽ ഭാരം നടത്തും. ഹുമ്മിൽന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വഹിപ്പിക്കപ്പെട്ടു. ഔസാർ എന്ന് പറഞ്ഞാൽ വിസിർ, വിസിർ എന്ന് പറഞ്ഞാൽ ഭാരം നടത്തും. വിസിർ വിസിർ എന്ന് പറഞ്ഞാൽ ഭാരം, അതായത് തെറ്റുകൾക്കും വിസിർ എന്ന് പറയും. വലാ തസിറു വാസിറത്തും വിസിർ ഉഖറ, ഒരാളും മറ്റൊരാളുടെ ഭാരം ചെയ്യൂല, പരലോകത്ത് വഹിക്കൂല. അതാണ് വിസിർ, ഭാരം. അപ്പോൾ വലാകിന്ന, പക്ഷെ ഞങ്ങൾ ഹുമ്മില്ല, ഞങ്ങൾ വഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഔസാറം മിൻ സീനത്തിൽ ഖൗം, ഈ സീനത്തിൽ ഖൗം, സീനത്തിൽ ഖൗം എന്ന് പറഞ്ഞെങ്കിൽ അലങ്കാരം. അലങ്കാരം കൂടെ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ആഭരണങ്ങൾ. സാധാരണ പൊതുവെ ആഭരണങ്ങൾ ആരാ ധരിക്കുക? പെണ്ണുങ്ങളെ ധരിക്കുക. പുരുഷന്മാർക്ക് ആഭരണത്തിൻ്റെ ആവശ്യം ഇല്ല. അതുകൊണ്ടാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആഭരണം ഇല്ല എന്നാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് അള്ളാഹു എന്ത് ചെയ്തുകൊണ്ട് പിന്നെ ആഭരണത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിന് പിന്നെ മുഫസ്സിരികൾ പറഞ്ഞത് എന്താ, പുരുഷന്മാർക്ക് ആഭരണം ഇല്ലെങ്കിൽ രസം ഉണ്ടാവുന്ന. ഈ പെണ്ണുങ്ങൾ ദേഷ്യപ്പെടണ്ട കേട്ടോ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആഭരണമില്ലെങ്കിലും അവർക്ക് എന്തുണ്ടാവും? സൗന്ദര്യം ഉണ്ടാവുന്ന. സ്ത്രീകളുടെ സൗന്ദര്യം, ഇപ്പോൾ പെണ്ണുങ്ങൾ ബേജാറണ്ട, സ്ത്രീകളുടെ സൗന്ദര്യം ആഭരണവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പിന്നെ അഫമൻ യുനശ്ശലുഹു ബിൽ ഹല്യതി വഹു വൽ ഖിസാമി ഗൈറു മുബീൻ എന്ന് വിശുദ്ധ ഖുർആൻ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞ്. അതായത് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഖിസാമിൽ ഗൈറു മുബീനാണ്. അതായത് തർക്കത്തിൽ വാദപ്രതിവാദത്തിലൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ വ്യതിച്ച് ഇരിക്കാൻ കഴിയില്ല. അത് ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ചാനലൊക്കെ ഇരിക്കുന്ന ചില പെണ്ണുങ്ങളൊക്കെ അത് പിന്നെ അപൂർവമായതിന് ഹുക്കുമുണ്ടാവില്ല എന്നാണ് സാധാരണ നബി പറയുക. അതേപോലെ തന്നെ അഫമൻ യുനശ്ശലുഹു ബിൽ ഹല്യ, ആഭരണം കൊണ്ട് അണിയിക്കപ്പെട്ടവൾ എന്നാണ് പെണ്ണുങ്ങളെ കുറിച്ച്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമുക്കൊക്കെ പെൺകുട്ടികളുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ ആഭരണം ഇട്ടിട്ട്, ആഭരണം ഇടുമ്പോഴാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് വെച്ചാൽ ഞാൻ പെണ്ണാണ് എന്ത് ചെയ്യുക തോന്നലുണ്ടാകുക. മനസ്സിലായില്ലേ? മറ്റെന്താ വെച്ചാൽ ഇപ്പോൾ പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഡ്രസ്സ് കൊണ്ടും വ്യത്യാസമില്ല, പിന്നെ മുടി കൊണ്ടും വ്യത്യാസമില്ല, ഇനിയിപ്പോൾ കാതും കുത്തില്ല പല ആൾക്കാരും. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ആണാണ് പെണ്ണാണ്. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓൾക്ക് തോന്നുന്നത് ഞാനൊരു ആണെന്നെയാണ് തോന്നും. അങ്ങനെയാണ് ഈ പിന്നെ സ്വവർഗ കല്യാണങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത്. നഊദു ബില്ലാഹി മിൻ ദാലിക്. അപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വളർത്തണം. നമ്മൾ പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിലുള്ള ഈ പ്രത്യേകിച്ചും ഈ ഒരു പിന്നെ ആണ് പെണ്ണാകുക പെണ്ണ് ആണാകുക എന്നുള്ള ചിന്ത വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് വെച്ചാൽ വളർത്തുന്നിടത്തുള്ള അപാകതയാണ്. ഒരു കുട്ടിക്ക് ഞാൻ ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടിയാണ് എന്നുള്ള ബോധം ഉണ്ടാകണം, ആൺകുട്ടിക്ക് ഞാൻ ആൺകുട്ടിയാണെന്നുള്ള ബോധം ഉണ്ടാകണം.
മനസ്സിലായില്ലേ? ആ സംഗതി കുട്ടി തന്നെയാണ്, ആൺകുട്ടി തന്നെയാണ്, പെൺകുട്ടി തന്നെയാണ്. പക്ഷെ ഓര് രണ്ടാളിൻ്റെ കുട്ടികൾ തന്നെയാണ്. പക്ഷെ ആൺകുട്ടി ആൺകുട്ടിയായിട്ടും പെൺകുട്ടി പെൺകുട്ടിയായിട്ടും വരാഞ്ഞാൽ എന്താ വെച്ചാൽ ഭാവിയിൽ ഈ ഹോർമോൺ പ്രവർത്തനത്തിന് മനുഷ്യൻ്റെ പിന്നെന്താ പറയുക, ബോധം, മനുഷ്യന് കിട്ടുന്ന ഫീഡിങ്സ് ഉണ്ടല്ലോ, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നിറച്ചൊരു ആൺകുട്ടിയാണ് ആൺകുട്ടിയാണ് ആൺകുട്ടിയാണെന്ന് ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ്റെ മനസ്സ് അങ്ങനെയാണ് പ്രവർത്തിക്കുക. അപ്പോൾ അവൻ്റെ മനസ്സിനനുസരിച്ചാണ് ഹോർമോൺ പ്രവർത്തിക്കുക. ഈ ഹോർമോൺ വൈകല്യതാണല്ലോ ശരിക്ക് ആണും പെണ്ണും ശരിക്ക് വേർതിരിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ളൂ. സീനത്തുൽ ഖൗം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും തന്നെയാണ് ആഭരണങ്ങളാണ്, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ ഫഖദഫ്നാഹ, ആ ആഭരണം ഞങ്ങളിത് കദഫ, കദഫ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നർത്ഥം. കദഫ പറഞ്ഞാൽ എറിഞ്ഞു. ഈ ആഭരണങ്ങളൊക്കെ ഞങ്ങൾ എറിഞ്ഞു അല്ലെങ്കിൽ ഇട്ടു. കദഫ എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ അറബിയിൽ എറിഞ്ഞു എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ ആരോപണം പറഞ്ഞു എന്നർത്ഥമുണ്ട്. ഈ പിന്നെ ഖദ്ഫുൽ മുഹ്സനാത്ത് കേട്ടില്ലേ, അതെന്തുകൊണ്ടാണ് ഈ എറിഞ്ഞു എന്നുള്ള പദം. അതേപോലെ തന്നെ റമ എന്നുണ്ട്, റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നർത്ഥം. അതേപോലെ തന്നെ ആരോപണം പറഞ്ഞു എന്നർത്ഥം. കാരണം ഈ ആരോപണം പറയുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓനെ കല്ലെടുത്തെറിഞ്ഞ് ഓനെ ഉപദ്രവിക്കുന്നതിന് തുല്യം. ഓനെ നാവ് കൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇല്ലാത്ത പറയാന്ന് പറഞ്ഞാൽ അത് ആ മനുഷ്യനെ സംബന്ധിച്ച് അവനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. ഫകദാലിക അൽഖസാമിരി, അപ്പം ഞങ്ങൾ അതൊക്കെ ഇട്ടു. ഫകദാലിക, അപ്രകാരം തന്നെ അൽഖസാമിരിയു, സാമിരിൻ്റെ അടുത്തുള്ള ആഭരണം എന്ത് ചെയ്തു, സാമിരിട്ടു. ഞങ്ങളുടെ അടുത്തുള്ള ആഭരണം ഞങ്ങളേക്ക് ഇട്ടു. അങ്ങനെയാണ് ഇപ്പോൾ ഇത്. ഞങ്ങൾ മനഃപൂർവ്വം പശുക്കുട്ടിനെ ഉണ്ടാക്കി ആരാധിക്കണം വിചാരിച്ച് ചെയ്തൊന്നുമല്ല. സാമിരി ഞങ്ങളെന്ത് പറഞ്ഞു, മുബരത് ആഭരണം ഇട്ടപ്പോൾ ഞങ്ങളോടൊക്കെ എന്ത്, നിങ്ങൾ എല്ലായിടത്തും ഇല്ല, ഇട്ടോളി ഇട്ടോളി എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങളെല്ലാവരും ഇട്ടതാണ് എന്നാണ് അവരതിന് ന്യായീകരണം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടോ, അപ്പോൾ ആഭരണങ്ങളിട്ട് ആ തീയിലേക്ക് അത് കത്തിച്ച് അങ്ങനെ ഫഅഖ്റജ ലഹും ഇജ്ല, അടുത്ത ആയത്ത് ഫഅഖ്റജ ലഹും, അങ്ങനെ ആ സാമിരി അവർക്ക് വേണ്ടി പുറത്തെടുത്തു. ഇപ്പോൾ എന്താ പുറത്തെടുത്ത്, ഐജില, ഐജിൽ എന്ന് പറഞ്ഞാൽ എന്താ, പശുക്കുട്ടി. ബക്കറത്ത് എന്ന് പറഞ്ഞ പശു, അതിൻ്റെ കുട്ടിക്കാണെന്ന് പറയാം അഴിജിൽ എന്ന് പറയാം. അഴിജിൽ, അഴിജിൽ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ കുട്ടിക്കാ പറയാം. അപ്പോൾ പിന്നെ ഈ ആഭരണങ്ങളിൽ നിന്ന് ആരെന്തുണ്ടാക്കി, സാമിരി ഫഅഖ്റജ ലഹും, അവർക്ക് വേണ്ടി പുറത്തെടുത്തു ഐജിലൻ, പിന്നെ ഒരു പശുക്കുട്ടി. എങ്ങനെ പശുക്കുട്ടി, ജസദൻ, ശരീരം കൊണ്ട് പശുക്കുട്ടിയെ, യഥാർത്ഥത്തിൽ പശുക്കുട്ടിയല്ല, റൂഹുള്ള പശുക്കുട്ടിയാണോ, അല്ല, അതുകൊണ്ടാണ് ജസദ് എന്ന് പറഞ്ഞത്. ശരീരം കൊണ്ട് പശുക്കുട്ടിയുടെ കോലത്തിലുള്ള, ജസദ് കൊണ്ട് പശുക്കുട്ടിയുടെ കോലത്തിലുള്ള ഒന്ന് എന്ത് ചെയ്തു, പുറത്ത് കൊടുത്തു. മാത്രവുമല്ല ലഹു, ആ പശുക്കുട്ടി അജിലുണ്ട് ഹുവാറുൻ, ഹുവാർ എന്ന് പറഞ്ഞാൽ മുക്കറയിടുന്ന ശബ്ദം. ഹുവാർ എന്ന് പറഞ്ഞാൽ ആ പദം കേൾക്കുമ്പോൾ ഹോ ഹോ എന്നൊരു ഒച്ച വരുന്നില്ലേ. ഹുവാർ എന്ന് പറയുമ്പോൾ തന്നെ എന്തുണ്ട്, ഈ ചില പദങ്ങൾ അങ്ങനെ, ഇപ്പം ഹർ ഹർ, പിന്നെ ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ്റെ തൗബ സ്വീകരിക്കും മാലം യുഹർ ഹിർ എന്നാണ്. മാലം യുഹർ ഹിർ എന്ന് പറഞ്ഞത്, അതായത് ഒരു മനുഷ്യൻ്റെ റൂഹ തൊണ്ടക്കുഴിയിൽ നിന്ന് പിരിയുമ്പോൾ ഒരു ഹർ നിറച്ചുണ്ടാവും, മനസ്സിലല്ലേ, അതാണ് ഹർ ഹർ എന്ന് പറഞ്ഞത്. അപ്പം ആ പദത്തിന് തന്നെ ഹർ ഹർ എന്ന് പറയുക. അതായത് ആ ശബ്ദം വരുന്നതിന് മുമ്പ് ഒരാൾ തൗബ ചെയ്യണം. അതുപോലെ തന്നെ ഹുവാർ എന്ന് പറഞ്ഞപ്പോൾ ആ ഒച്ച കേൾക്കുമ്പോൾ തന്നെ എന്തുണ്ട്, ഒരു 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 ഒച്ചയാണ് എന്ന് പറഞ്ഞാൽ മുക്രയിടുന്ന ശബ്ദം. അതായത് പശുക്കുട്ടിയുടെ പശു മുക്രയിടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിനാണ് എന്താ പറയുക, ഹുവാർ. അറബി ഭാഷയിൽ ഓരോ മൃഗത്തിൻ്റെയും ശബ്ദത്തിന് വ്യത്യസ്ത പേരുകൾ കിട്ടും. അപ്പം നായക്ക് നായ ഒച്ച ഉണ്ടാക്കുന്നത് വേറെ പറയും, നമ്മൾ നായ കുറച്ചു എന്നറിയും അല്ലേ. അതുപോലെ തന്നെ പിന്നെ മലയാളത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. പക്ഷേ അറബി ഭാഷയിൽ ഓരോ കിളികൾക്കും വ്യത്യാസമുണ്ട്. ഖുറാബിൻ്റെ ശബ്ദത്തിന് വേറെയാണ്, തത്തയുടെ ശബ്ദത്തിന് വേറെയാണ്, കുയിലിൻ്റെ ശബ്ദത്തിന് വേറെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, ആനയുടെ മൃഗങ്ങളത് വേറെ ഉണ്ട്. അറബി ഭാഷൻ്റെ ഒരു വൈപുല്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ എറിയുന്ന ഒന്ന് പിന്നെ എന്താ പറയുക, പശു
നമ്മളെന്താ സാധാരണ പറയല്? പശു അലറി എന്നൊക്കെ പറയും. പക്ഷെ അല്ലെന്നല്ല പറയല്. പശു കരഞ്ഞു അലറി, ഇനി ആന അലറി എന്നൊക്കെ പറയും. പക്ഷെ പക്ഷെ അറബി ഭാഷയിൽ അതിൻ്റെ വൈബിലെന്ന് വെച്ചാൽ ഓരോന്നിനും വേറെ വേറെ വേറെ. അപ്പോൾ ഈ പശുക്കുട്ടിയോട് ഒച്ചക്ക് എന്താ പറയുക? ഖുവാർ. അപ്പോൾ ഇതെങ്ങനെ ഒച്ച ഉണ്ടായത്? അതിന് മുഫസ്സിരിങ്ങൾ പിന്നെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് ജീവല്ലല്ലോ, ജീവനില്ലാത്തൊരു സാധനം. അപ്പം എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? സ്വർണം എന്തുകൊണ്ടുണ്ടാക്കിയല്ലേ? അപ്പോൾ അതിന് പിന്നെ ഇങ്ങനെ ശബ്ദമുണ്ടായി. അപ്പോൾ അതിന് മുഫസ്സിരികൾ പറഞ്ഞെന്ന് വെച്ചാൽ ഈ പിന്നെ ഇവന് ഈ കുറച്ചൊക്കെ ഒരു എൻജിനീയറിങ് ഒരു തട്ടനാണല്ലോ ആര്, ഈ സാമരി. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പിന്നെ ഈ മരുഭൂമിയാണ് ഇവർ നിൽക്കുന്നത്. എവിടെ? പുരുഷീന മരുഭൂമി എന്ന് പറഞ്ഞാൽ പൊതുവെ എന്തുണ്ടാവും? കാറ്റുള്ള സ്ഥലമാണ്. നോക്കണോ, അല്ലാണ്ട് ബുദ്ധി നോക്കണം. അതായത് പൊതുവെ കാറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ കാറ്റ്, മരങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ കാറ്റടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വെച്ചാൽ സാധാരണ നമ്മൾ ഈ പീപ്പിളൊക്കെ ഊതുമ്പോൾ എന്താ ശബ്ദത്തിൻ്റെ കാരണം? കാറ്റിൻ്റെ ഒരു വേരിയേഷൻ ആണല്ലോ. ഈ കാറ്റിൻ്റെ വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ശബ്ദം ഉണ്ടാവും. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എന്താ വെച്ചാൽ അത് പിന്നെ ഒരു ചെവിയിലൂടെയും എൻ്റെ പിന്നെ ബാക്ക് ഭാഗത്തൂടെയൊക്കെ കാറ്റ് കയറുന്ന രൂപത്തിലുള്ള പശുക്കുട്ടി. അപ്പം എന്താ വെച്ചാൽ വായു കൂടെ കാറ്റ് പോകുമ്പോൾ എന്ത് ചെയ്യും? നിറച്ചുണ്ടാവും. ശരി. അപ്പം ഇത് കാണുമ്പോൾ ആളുകൾക്ക് എന്തായി? ആളുകൾക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടായത്, ഒച്ചമ്പുളി ഉണ്ടായിട്ടുണ്ടായാൽ തന്നെ ആളുകൾക്ക് വലിയ അത്ഭുതമായി. ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ടുണ്ട് വിഗ്രഹം പാല് കുടിക്കുന്നു പറഞ്ഞിട്ട്. കണ്ടില്ലേനു? എത്ര ആൾക്കാരാണത് കാണാൻ വേണ്ടി പോയി ഇനി പടച്ചോൻ. അപ്പോൾ നോക്കുമ്പോൾ വേക്ക് കൂടെ പാലിങ്ങനെ പോകുന്നുണ്ട്. മനസ്സിലല്ലേ? അപ്പോൾ ഇത് തട്ടിപ്പൊളിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, വിഗ്രഹം പാല് കുടിക്കും. ഇത്രയും കാലം പാല് വെച്ചിട്ട് കുടിച്ചില്ല, എങ്ങോട്ടും ആ വിഗ്രഹം ആരാധിച്ച് ഉത്തരക്കണം അച്ഛന്മാർ. ഇപ്പോൾ കാല് കുടിച്ചോ പറഞ്ഞപ്പം എന്തോ ഒരു അത്ഭുതം. പക്ഷെ ബാക്ക് കൂടെ ഇങ്ങനെ പിന്നെയാണ് പോണത് കണ്ടത്. ശരി. അതെന്താ വെച്ചാൽ ഈ ചില ലോഹങ്ങളും ചില കെമിക്കലുകളും എന്ത് ചെയ്യും? വെള്ളത്തെ വലിച്ചെടുക്കും. അറിയാലോ, വെള്ളത്തെ ഈ പിന്നെ പൊട്ടാസ്യം പോലുള്ള സംഗതികളൊക്കെ വേഗം നമ്മൾ എന്ത് ഈർപ്പുണ്ടെങ്കിലും എന്ത് ചെയ്യും? വലിച്ചെടുക്കുന്ന സംഗതികളുണ്ട്. അപ്പോൾ അത് അതിൻ്റെ കെമിക്കലൊക്കെ അറിയുന്ന ആളുകൾക്കറിയാം. ഈ സാമരിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഓനിത് എങ്ങനെ ഒച്ച ഉണ്ടാക്കലും അറിയാം. അതായത് വായു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് അവരോട് പറയാണ്, ഈ സംഭവം അവർ വിശദീകരിച്ചു കൊടുക്കുകയാണ് മൂസാ നബിക്ക്. അങ്ങനെ ഫഖറജ ലഹും അജ്ല ജസദൻ ലഹു ഖുവാർ. ഒരു പശുക്കുട്ടിയുടെ ജസദ് എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥം. പശുക്കുട്ടിയുടെ ശരീരമുള്ള ഒരു അജിലിനെ അദ്ദേഹം ആ തീയിൽ നിന്ന് പുറത്തേക്കെടുത്ത് സ്വർണം കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഖുവാർ, അതിന് ശബ്ദമുണ്ടാക്കി. പശുക്കുട്ടിക്ക് ഒച്ചുണ്ടാക്കുന്ന രീതി. കാരണം ഏത് പിന്നെ ഈ ഷിർക്കിൻ്റെ ആളുകളും ഒക്കെ ശ്രദ്ധിച്ചാൽ കാണാം, ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും ചില ചെപ്പടി വിദ്യകളൊക്കെ ഉണ്ടാവും. ഒന്നുകിൽ ഒച്ചയായിട്ടോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? അവരുടെ കയ്യിൽ ഉണ്ടാകും. ഇപ്പോൾ സാധാരണ പിന്നെ ഈ എന്താ പറയുക, തട്ടിപ്പുകാരാണെങ്കിൽ എല്ലാം ഈ പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ സാധാരണ ജാറങ്ങൾക്കൊക്കെ അവർ കറാമത്ത് പറഞ്ഞുണ്ടാക്കലാണ്. എന്തിനാണ് ഈ കറാമത്ത് പറഞ്ഞുണ്ടാക്കണമെന്ന് വെച്ചാൽ അപ്പോഴേ ഇതിനെന്തുണ്ടാവുള്ളൂ? മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? മാർക്കറ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ലഹു ഖുവാറുൻ ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ. എന്നിട്ട് ഫഖാലു അവർ പറയാണ് ഹാദാ ഇലാഹുക്കും, ഇതാണ് നിങ്ങളെ ഇലാഹ് കേട്ടോ. ഇത് ഈ ഒച്ചുണ്ടാക്കണ പശുക്കുട്ടി, ഇത് നിങ്ങളെ ഇലാഹ് മാത്രമല്ല വ ഇലാഹു മൂസ, മൂസാ നബിൻ്റെ ഇലാഹു തന്നെയാണ്. ഫനസിയ, മൂപ്പരുങ്ങളോട് പറയാൻ മറന്നതേ. കാരണം നസിയ എന്ന് പറഞ്ഞാൽ എന്താ? മൂപ്പര് മറന്നുപോയതാണ്. ശരിക്കും ഇതാണ് നിങ്ങളെ നിങ്ങൾ ആലോചിക്കുക. ആ കൗമിൻ്റെ ഒരു ദുൽമത്രയിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു ആടെ മുമ്പിൽ ഫിറഔൻ്റെ മുമ്പെന്ന് യാതൊരു ഇല്ലാതെ ഒരു കുഴപ്പമില്ല, തല വെട്ടിക്കോ കാല് വെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞ് അത്രയും പടച്ചോനെ സംബന്ധിച്ച് പേടിച്ച് പിന്നെ ഈമാൻ കൊണ്ട ആളുകൾ ചെങ്കടലിൻ്റെ നടുകൂടെ നടന്ന് ഈ കടൽ കടന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പറയാണ് നമ്മുടെ ഇലാഹ് തന്നെ കേട്ടോ. നിങ്ങൾ ആലോചിച്ചത് നമ്മളെപ്പോഴും മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഈമാനിലേക്ക് ശിർക്ക് വരാനും ലലാലത്തിലായി പോകാനും എന്ത് വേണ്ട? അധിക സമയമൊന്നും വേണ്ട. മനസ്സിലല്ലേ? പിന്നെ സമയം അധികം എടുക്കാതെ തന്നെ എന്ത് ചെയ്യും? ശിർക്കും ഖുറാഫാത്തൊക്കെ
മനുഷ്യന്മാരിലേക്ക് കടന്നു വരും. അതാണ് വ ഇലാഹു മൂസാ ഫനസിയ. ഇതാണ് ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇലാഹാണ് ഈ പശുക്കുട്ടി. നിങ്ങൾ ആലോചിക്കുക, ആ പശുക്കുട്ടിനെ അവിടുന്ന് തുടങ്ങിയതാണ്. എവിടെ? സാമിരിയാണ് ഇത് തുടക്കം കുറിച്ച്. ഇന്ന് നമ്മുടെ നാട്ടിലില്ലേ? ഇന്ന് നമ്മുടെ ഹൈന്ദവരുടെ ക്ഷേത്രങ്ങളിലും മറ്റൊക്കെ പോയൊക്കെ എന്താ കാണാ? ആ സാമിരിൻ്റെ പശുക്കുട്ടിയുണ്ട്. ഇതിപ്പോൾ മനുഷ്യന് വേണം. യു പിയിലൊക്കെ പശുക്കൾക്ക് ആംബുലൻസ് ഉണ്ട്, കണ്ടില്ലേ? നമ്മളെ യോഗിൻ്റെ ഒക്കെ. മനുഷ്യന്മാർക്ക് വിലയില്ലല്ലോ. മനുഷ്യന്മാർക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ തച്ചെന്നാലും ഓനെന്ത് ചെയ്യുക? 2 ദിവസം കൊണ്ട് പിന്നെ മാസം കൊണ്ട് എന്ത് ചെയ്യുക? ജാമ്യം എടുത്ത് പുറത്തു വരാം. പക്ഷേ പിന്നെ ഒരു മാനിനും കാര്യങ്ങൾ കൊന്നു നോക്കിയാണ്. ഒരു മാനിനെ വെറുതെ വെടിച്ചാൽ മതി, ഓന് ജീവിതകാലം മുഴുവൻ അവൻ്റെ കേസ് തീരുമോ? ഇപ്പം നമ്മളെ വലിയ ആളാണല്ലോ സൽമാൻ ഖാൻ എന്ന് പറഞ്ഞാൽ മൂപ്പര് പുകിൽ ഓൻ എത്ര സ്വാധീനമുള്ള ആളാണ് സമൂഹത്തിൽ. എത്ര കാലമായി ഇപ്പോഴും കേസില്ലേ എന്ന് പറഞ്ഞാൽ അത്രയും സ്വാധീനമുള്ള ആളുകൾ വരെ ഒരു മൃഗത്തെ ആക്രമിച്ചെന്ന പേരിൽ കേസ് ഇന്നും തീർന്നില്ല. എന്നാൽ അവിടെ 10 ആൾ 56 വട്ടം 508 വട്ടം തെറ്റിയവനൊക്കെ ഇപ്പോൾ ഇവിടെ അങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ച തമിഴ്നാട്ടിൽ കോഴീൻ്റെ തർക്കത്തിന് പേരിൽ, അതായത് 2 ആളുകൾ കോഴി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോഴി എന്തോ തർക്കമില്ല, ഒരാളെ കൊന്ന്. അപ്പോൾ കോടതി പറഞ്ഞ പിന്നെ ജാമ്യം ശിക്ഷിക്കുന്ന 60 ദിവസം കഴിഞ്ഞപ്പോൾ കോടതി വന്നിട്ട് പറയും എനിക്ക് ജാമ്യം വേണം. 60 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ കോടതി പറയുന്നത് വെച്ചാൽ കോഴിനേക്കാളും വില മനുഷ്യനുണ്ട്, അവിടെ കിടക്കാറ്, എനിക്ക് ജാമ്യം തരാനായില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് നമ്മുടെ നാട്. ചിലപ്പോൾ നല്ല വക്കീലാണെങ്കിൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ജാമ്യം കിട്ടിയിട്ടുണ്ടാവും. നല്ല വക്കീലാണെങ്കിൽ ജാമ്യം കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ മനുഷ്യന്മാർക്ക് ഇത്ര ഇന്ത്യയിൽ വില ഉള്ളൂ. ഇസ്ലാമിക രാജ്യത്താണ് ശരിക്കും മനുഷ്യന്മാർക്ക് വില ഉണ്ടാവും. കാരണം ഇപ്പം കണ്ടില്ല നിങ്ങൾ, അവിടെ തല വെട്ടുകാരനെ വെട്ട് തന്നെ. അതിനിപ്പോൾ രാജകുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിലും ഒന്നുകിൽ ദിയക്ക് സമ്മതിച്ചിട്ടില്ലെങ്കിൽ എന്തുതന്നെയാണ്? വെട്ടന്നെ. അവിടെ പിന്നെ അത് പിന്നെ രാജകുടുംബമാണെങ്കിലും അറബിയാണോ അനറബിയാണോ എന്ന വ്യത്യാസമൊന്നും ഇസ്ലാം. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്? കൊലപാതകം നമ്മൾ നല്ല പ്രൂഫ് പറയും 149, അഥവാ അമേരിക്കയേക്കാൾ പിന്നെ സൗദിയുടെ 149 ഇരട്ടിയാണ് കുറ്റം. എവിടെ? അമേരിക്കയിൽ. അത്രയും കുറവാണ് സൗദിയിൽ കുറ്റങ്ങൾ. സൗദി മനുഷ്യന്മാരില്ലാണ്ടല്ല, പിന്നെന്താ? പേടിയാണ്, നിയമം പേടിയാണ്. ഇപ്പം അന്നഫ്സ് ബിൻ നഫ്സ്, അതാണ് ഇസ്ലാമിൻ്റെത്. അസ്സിന്നു ബിസ്സിന്നി വൽ ഐനു ബിൽ ഐനി വൽ അംഫു ബിൽ അംഫ്. മൂക്കിന് മൂക്ക്, പല്ലിന് പല്ലാണ്. ഞാനിപ്പോൾ നിങ്ങളൊരു പല്ല് അടിച്ചു ഒളിപ്പിച്ചാൽ എൻ്റെ അതേ പല്ലെന്ത് ചെയ്യും? പൂക്കും. മനസ്സിലായി? ഒരു ചെവി ഞാൻ ഒരാളത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെവി എന്ത് ചെയ്യും? പോവും. അതാണ് അസ്സിന്നു ബിസ്സിൻ. അത് റസൂലുള്ളാഹിൻ്റെ കാലത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു ജൂത പെണ്ണ് ഒരു മുസ്ലിം പെണ്ണിനെ എന്ത് ചെയ്തു? തലക്ക് കല്ലുകൊണ്ടടിച്ച് കൊന്നു. തലക്ക് കല്ലുകൊണ്ടടിച്ചു കൊന്നു. റസൂലുള്ളാഹിൻ്റെ അടുത്ത് കേസെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എങ്ങനെയാണ് കൊന്നത്? ആ പെണ്ണ് തലക്കടിച്ച് എങ്കിൽ ആ ജൂതപ്പെണ്ണിനെയും കല്ലുകൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ റസൂൽ എന്ത് ചെയ്തു? കൽപ്പന ഇട്ടു. അത് ഇസ്ലാമിക ശരീഅത്ത്. എങ്ങനെയാണോ കൊല്ലുക അങ്ങനെ. അവരുടെ അത്രയും നഫ്സിന് വിലയുണ്ട്. ഒരു മുസ്ലിമിൻ്റെ ആണെങ്കിൽ പ്രത്യേകിച്ചുണ്ടാവും. ഇപ്പം മഹാനബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബയെ നോക്കിയിട്ടാണ് പറഞ്ഞത് എത്ര ഹുർമത്തുള്ളതാണ്. പക്ഷെ ഇതിനേക്കാൾ ഹുർമത്താണ് ഒരു മുസ്ലിമിൻ്റെ രക്തവും അഭിമാനവും. അവർ മുസ്ലിമിൻ്റെ രക്തവും അഭിമാനവും ചിന്തപ്പെടുന്ന അവസ്ഥയും കഅബ പൊളിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാ? കഅബ പൊളിക്കപ്പെടണമല്ല, കഅബ പൊളിക്കപ്പെട്ടാലും ഒരു മുസ്ലിമിൻ്റെ രക്തം സംരക്ഷിക്കപ്പെടണം. മനസ്സിലായില്ലേ? കഅബ എത്ര പുണ്യമുള്ളതാണ്. കാരണം കഅബ എന്ന് പറഞ്ഞൊരു കല്ലും ഇതുമാണ്. പക്ഷെ അതിന് ഇസ്ലാമിൽ വളരെ പുണ്യമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു മുസ്ലിമിൻ്റെ രക്തത്തിനാണെന്ത് അത്രയും ശരീഅത്തിൽ പിന്നെ ഇത് കൊടുത്തതാണ് ഇസ്ലാമിക ശരീഅത്ത്. അതുകൊണ്ടാണ് പിന്നെ ആ രാജ്യങ്ങളിൽ സമാധാനമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഫഖാലു ഹാദ ഇലാഹുക്കും വ ഇലാഹു മൂസ ഫനസിയ. ഇത് നിങ്ങളുടെ ഇലാഹാണ്, മൂസാ നബിയുടെയും ഇലാഹാണ്. പക്ഷെ ഫനസിയ, ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? ഇത് മറന്നുപോയതാണ് എന്നൊക്കെയാണ് സാമരി അവിടെ എന്ത് ചെയ്തിരുന്നത്? വയൽ പറഞ്ഞെടുക്കണം. ആ കൗമിന് ഇപ്പോൾ എന്ത് വയൽ പറഞ്ഞെടുത്താലും എന്തെങ്കിലും ആലോചിച്ച് നോക്കണം. സാമരിൻ്റെ വേദം എന്താ? ഇത് നമ്മളെ മൂസാ നബി ഒച്ചണ്ടില്ല നിങ്ങൾ കണ്ടല്ലേ?
നല്ല ഒച്ചുണ്ട്. അതുകൊണ്ട് ഇതാണ് ശരിക്കും നമ്മുടെ ഇലാഹ്, മൂസാ നബിൻ്റെ ഇലാഹ് തന്നെ. മൂപ്പര് മറന്നു പിന്നെ പോയതായിരുന്നു. അവരുടെ സൗണ്ട്, കാറ്റ്. ഇപ്പം ഈ പിന്നെ ചില സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു പീപ്പിളൊക്കെ നമ്മൾ ഊതിയ കാറ്റ് ഒച്ച ഉണ്ടാവുമല്ലോ, അതുപോലെ പിന്നെ കാറ്റടിച്ചാൽ ഒച്ച ഉണ്ടാകണ സംവിധാനങ്ങളുണ്ട്. കാറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ക്രമീകരിച്ചാൽ മതി. അപ്പോൾ ഇപ്പം കുറച്ചൊരു തട്ടാനായതുകൊണ്ട് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്കൊരു വലിയൊരു പിന്നെ കിബറും അഹങ്കാരം തെറ്റിദ്ധാരണ വെച്ചാൽ നമ്മളെ കാലഘട്ടത്തിൽ ടെക്നോളജിയൊക്കെ ഇത്ര വികസിച്ചിട്ടുള്ളൂ, പണ്ടുള്ളവർക്കൊന്നും ഒരു ചുക്കും അറിയില്ല എന്നൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു സ്വകാര്യ അഹങ്കാരം എന്തുണ്ട് നമുക്കൊക്കെ ഉണ്ട്. അത് ശരിയല്ല. നമ്മളെക്കാടൊക്കെ വലിയ ടെക്നോളജിയൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പം സുലൈമാൻ നബിൻ്റെ സംഭവം പറയുമ്പോൾ പിന്നെ സഭയിലെ രാജ്ഞി വരുന്ന സംഭവം പറയുന്നുണ്ടല്ലോ. സുലൈമാൻ നബിൻ്റെ കൊട്ടാരത്തിൽ കയറുമ്പം അവിടെ എന്ത് ചെയ്യാണ്, ഫശക്കൻ സാഖിന്ന് പറയാം, തുണി പൊന്തിക്കല്ലേ. തുണി പൊന്തിക്കണം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളമാണ് വിചാരിച്ചിട്ട്. അത്രയും ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു പ്രതലം, വെള്ളമല്ലാത്തൊരു പ്രതലം വെള്ളമായിട്ട് തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ അവിടേക്ക് എത്തണുള്ളൂ. ഏത് കാലത്താണ്? ഇപ്പം നമ്മളെ പിന്നെ നിങ്ങൾ ആലോചിക്കുക, ഒരു ക്രെയിനൊന്നും ഇല്ലാത്ത സമയത്താണ് ഈ ഈജിപ്തിലെ പിരമിഡുകൾ ഉണ്ടാക്കി, മനുഷ്യന്മാരുണ്ടാക്കി. അത്ര വലിയ നമ്മുടെ ബുർജ് ഖലീഫൊക്കെ അവിടെ നിൽക്കുള്ളൂ. അത്ര ടെക്നോളജി അന്നുണ്ട്. ഈ പിന്നെ മദായിൻ സാലിഹിലൊക്കെ ഉള്ള ഈ പർവ്വതങ്ങൾ തുറന്നിട്ട് വീടുണ്ടാക്കിയില്ലേ, അന്ന് ക്രെയിനും കുറുതൊന്നും ഇല്ലല്ലോ, മനുഷ്യൻ്റെ ടെക്നോളജിയാണത്. അപ്പം അന്നുള്ളവരും മോശമൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ തോണ്ടുന്ന കാലത്ത് നമ്മളാണ് നല്ല പിന്നെ ഉഷാറെന്ന. പക്ഷെ നമ്മളെക്കാളൊക്കെ ബുദ്ധിയും വിവേകമൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. മാത്രം നമ്മളെക്കാൾ ശാരീരിക ശക്തിയും എന്തുണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അന്നഹും അജാസു നഖൽ ഖാവിയ എന്ന് പറഞ്ഞു ആ സമുദായത്തെ പറ്റി. ഓലിങ്ങനെ കാറ്റുകൊണ്ട് അള്ളാഹ് നശിപ്പിച്ചപ്പോൾ അള്ളാഹുവിനെ പറഞ്ഞ വലിയ ഈന്തപ്പന തടികൾ വീണ് കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട് മനുഷ്യന്മാരെ. പക്ഷെ ആദം നബിൻ്റെ നീളം എത്രയായിരുന്നു? 600 മുഴമില്ലേ? സിത്തൂന തിറ 600 60 മുഴം. അപ്പോൾ ആദം നബിന് നല്ല നീളമുണ്ട്. പിന്നെ അതാ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ നമ്മൾ ചിന്തിക്കേണ്ട, അന്നൊക്കെ അങ്ങനെ ഉണ്ട്. നമ്മളെ കാലത്തുള്ളതിനെക്കാട്ടി കുറച്ചൊക്കെ ടെക്നോളജിയൊക്കെ ആ കാലഘട്ടത്തിലുണ്ട്. കാരണം അതുപോൽക്കും ബുദ്ധി എടുത്തിട്ടുണ്ടല്ലോ. മാത്രമല്ല അന്നത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹിൻ്റെ കാലത്ത് തന്നെ ചാര സംവിധാനം. അബൂ സുഫിയാൻ ഷാമിലേക്ക് പോയത് ആരറിയുന്നുണ്ട്? നബി അറിഞ്ഞില്ലേ? അപ്പം നമുക്ക് വഹിയാന്നൊക്കെ. എന്നാൽ റസൂലുള്ളാഹ് അബൂ സുഫിയാനെ പിടിക്കാനുള്ള വിവരം ആര് കിട്ടുന്നുണ്ട്? റസൂലുള്ളാഹിക്ക് വഹി ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അബൂ സുഫിയാന് വഹി ഉണ്ടോ? അബൂ സുഫിയാൻ വഹിയല്ലോ. അബൂ സുഫിയാൻ എങ്ങനെയാണ് റസൂൽ അവിടെ നിൽക്കേണ്ട ഇവർ അറിഞ്ഞ്? ചാരന്മാർ. അപ്പം അത്രയും ഫാസ്റ്റായ സംവിധാനങ്ങൾ അന്നുണ്ട്. മനസ്സിലല്ലേ? ഇന്നത്തെ പോലെ വാട്സപ്പും സംവിധാനങ്ങളൊന്നും ഇല്ല, അത്ര ഫാസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും രാജാക്കന്മാർക്കൊക്കെ അതിൻ്റെതായ സംവിധാനങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾ ഡൽഹി പിന്നെ ഈ എന്താ പറയുക, ഡൽഹിയിൽ ലക്നൗവിൽ പോയൊക്കെ കാണാം. ലക്നൗവിൽ പിന്നെ ഈ ഇമാംബാട എന്ന് പറഞ്ഞ ഇതുണ്ട്. അവിടെ പിന്നെ ഒരു കോട്ടയാണ് രാജാക്കന്മാർ. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഗൈഡില്ലാതെ നമുക്ക് പുറത്തുവരാൻ കഴിയില്ല. ആരോട് പോയിന്ന് അറിയില്ല. പിന്നെ ലക്നൗവിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കോട്ടയാണ്. അതായത് പല സ്ഥലത്തേക്കും വഴികളാണ്. ഇതൊക്കെ നമ്മളെ മുൻഗാമികൾ ഉണ്ടാക്കിയ കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ പോയാൽ പുറത്തു വരാൻ കഴിയില്ല, ഒരു ഗൈഡ് വേണം. അത്രയും വലിയ ടെക്നോളജി. മാത്രമല്ല ഇത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ വലിയ കോട്ടയാണ്. പക്ഷെ ആ രാജാവിൻ്റെ സ്ഥലത്തിരിക്കുന്നത് കണ്ടാൽ അതിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും കാണാനുള്ള ടെക്നോളജി അവിടെ ഉണ്ട്. കാരണം ഗേറ്റ് മുതൽ അത്രയും എൻജിനീയറിങ്ങിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ എൻജിനീയർമാരൊക്കെ തൊള്ള പൊടിച്ച് നിൽക്കുക അവിടെ. മനസ്സിലായില്ലേ? അത് ഏത് കാലത്തുണ്ടാക്കിയ? ഈ മുഗളന്മാരുടെ കാലത്തുണ്ടാക്കിയാണ്. മുഗളന്മാരുടെ കാലത്തുള്ള. അപ്പം അന്നത്തെ എൻജിനീയർമാരുടെ ബുദ്ധി വെക്കണങ്ങൾ ഇന്നും അത് അത്ഭുതമാണ്. മനസ്സിലായില്ലേ? അപ്പം പറഞ്ഞത് നമുക്കൊരു സ്വകാര്യ അഹങ്കാരം ഉണ്ടെന്ത്, നമ്മളാണ് ഉഷാറ്, ബാക്കിയുള്ളവരൊക്കെ നമ്മളത്ര ഇല്ല എന്നുള്ളത്. അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മളെ ബുദ്ധി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ യന്ത്രത്തിൻ്റെ ബുദ്ധിയുള്ളൂ, കറണ്ട് പോയാൽ തീരുന്ന ബുദ്ധിയുള്ളൂ നമ്മളത്. പക്ഷേ നമ്മളെപ്പോഴും പറഞ്ഞു നമ്മളെ ഇഫതും നമ്മളെ ഇൽമൊക്കെ കറണ്ട് പോയാൽ ഗൂഗിളില്ലെങ്കിൽ നമുക്ക് ഇൽമുണ്ടോ? ഷാമിൽ കറണ്ട് പോയാൽ തീരുന്ന ഇൽമുള്ളൂ നമ്മളത്.
ഓൽത് അങ്ങനല്ല. ഓൽതൊക്കെ ഇമാം ബുഖാരിൻ്റെ ഇൽമൊന്ന് കറണ്ട് പോയാലും പോകാത്ത ഇൽമാണ്. മനസ്സിലായി? സുബ്ഹാനല്ലാഹ്. അപ്പം ഇതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് പറയാണ് ഇലാഹു മൂസ ഫനസിയ, ഇത് മൂസാ നബിൻ്റെ ഇലാഹാണ്, പക്ഷെ മൂസാ നബി മറന്നു പോയതാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ശബ്ദമുണ്ടാക്കുന്ന ടെക്നോളജിയൊക്കെ സാമരിക്ക് നല്ലോ അറിയാം. അതുകൊണ്ടാണോ അവൻ എന്ത് ചെയ്തത്? ആളെ പൊട്ടിസാക്കിയത്. എന്നിട്ട് മൂസാ നബിന് മറുപടി എടുക്കണം വെച്ചാൽ അടുത്ത ആഴ്ച അത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ QHLS